What is a string? String is a group of characters enclosed in double quotes. നമുക്കറിയാം സ്ട്രിങ് ലിറ്ററൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിന് ഡബിൾ കോട്ട്സ് എൻക്ലോസ് ചെയ്തതാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. ഹൗ ക്യാൻ വി റെപ്രസെൻറ്റ് സ്ട്രിങ് ഇൻ C++? Is there any data type? There is no basic data type to represent string data. So we know the fundamental data types are int, char, float and double. So how can we represent a string? So we know an array is a collection of same type of data. It can store either integers or character or floating point values. So integer array il endu mathre store cheyullu? Integers mathre store cheyullu. Floating point value data array il floating point values. So in the case of character array, it stores a group of characters. So അതിനെയല്ലേ നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ റെപ്രസെൻറ്റ് സ്ട്രിങ് യൂസിങ് എ ക്യാരക്ടർ അറേ. എ ക്യാരക്ടർ അറേ ക്യാൻ ബി യൂസ് ടു സ്റ്റോർ എ സ്ട്രിങ്. സോ സിൻടാക്സ്. അപ്പോൾ നമുക്ക് നോക്കൂ ക്യാരക്ടർ അറേ എങ്ങനെയാണ്. അറേ ഡിക്ലെയർ ചെയ്യുന്നത് നമുക്കറിയാം. അതിനതേ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. എൻ്റെ സിൻടാക്സിൽ എന്ത് ചെയ്താൽ മതി? ക്യാർ എന്നുള്ള ഡാറ്റ ടൈപ്പ് ക്യാരക്ടർ അറേ ആയതുകൊണ്ട് ഡാറ്റ ടൈപ്പ് ക്യാർ ആവും. ഫോളോഡ് ബൈ അറേ നെയിം വിത്തിൻ ബ്രാക്കറ്റ് സൈസ് ഓഫ് ദ അറേ. For example, so here name is the array name. It can store 10 size array size 10 ആണ്. It stores character ആണ് സ്റ്റോർ ചെയ്യുക ബിക്കോസ് ഇവിടെ നമ്മൾ കൊടുത്ത ഡാറ്റ ടൈപ്പ് char ആയതുകൊണ്ട്. Array initialization means the value inputted into the array at the time of declaration. So ഇവിടെ char name of 10 അല്ലേ ഈക്വൽ ടു നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ വാല്യൂ ഇൻപുട്ട് ചെയ്യണം. രണ്ട് തരത്തിൽ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. സിംഗിൾ ക്യാരക്ടേഴ്സായിട്ട് എൻക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഓരോ ക്യാരക്ടർ സിംഗിൾ കോട്ട്സിൻ്റെ അകത്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തു A, M, M, U. ഇപ്പോൾ ക്യാരക്ടർ ആയതുകൊണ്ടാണ് സിംഗിൾ കോട്ട്സ് കൊടുക്കുന്നത്. ഇൻറ്റീജറോ ഫ്ലോട്ടിംഗ് പോയിൻ്റോ വാല്യൂ ആണെങ്കിൽ സിംഗിൾ കോട്ട്സിൻ്റെ ആവശ്യമില്ല. ഇതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൊടുക്കാം. നേരിട്ടിട്ട് കേർലി ബ്രാക്കറ്റിൻ്റെ അകത്തല്ലാതെ ഇത് ഡബിൾ കോട്ട്സിനകത്ത് നമുക്ക് നേരിട്ട് നമുക്ക് സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാം. അപ്പോൾ കണ്ടോ AMMU അമ്മു എന്ന സ്ട്രിങ് ആണ് ഞാൻ ഈ അറേയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ നമ്മുടെ അറേയുടെ പേര് നെയിമാണ്. 10 ലൊക്കേഷൻ ഉണ്ട്. സോ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ 0, ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0, 1, 2, 3 എക്സെട്ര 9. 10 ലൊക്കേഷൻസ് നെയിം എന്താണ് അറേക്ക് വേണ്ടി സ്പെസിഫൈ ചെയ്തു. ഇതിൽ നെയിം ഓഫ് 0ൽ A സ്റ്റോർ ചെയ്തു, നെയിം ഓഫ് 1ൽ M, നെയിം ഓഫ് 2ൽ M, നെയിം ഓഫ് 3ൽ U. ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. So in C++, character array have some privileges over other arrays. സോ അതെന്താ പറയുന്നത് വെച്ചാൽ നമുക്കറിയാം നമ്മൾ ഇൻറ്റീജർ അറേ ആണെങ്കിലും ഫ്ലോട്ടിംഗ് പോയിൻ്റ് അറേ ആണെങ്കിലും നമ്മൾ അതിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് ഡാറ്റ ക്യാരക്ടർ അറേ അറേയിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് വി നീഡ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ. ലൂപ്പിലൂടെയാണ് നമ്മൾ ഓരോ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്തു. ഫസ്റ്റ് ലൊക്കേഷൻ, സെക്കൻഡ് ലൊക്കേഷൻ, അങ്ങനെയാണ് നമ്മളത് ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നതും അതേപോലെ റീഡ് ചെയ്യുന്നതും. So, but in the case of character array, there is no need of any looping statement. We can declare a character array. Once we declare a character array, the array name can be considered as an ordinary variable that can hold string data. സാധാ ഒരു വേരിയബിൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതേപോലെ നമുക്ക് ആരെ യൂസ് ചെയ്യാം? സ്ട്രിങ് വേരിയബിൾ നെയിം യൂസ് ചെയ്യാം, അറേ നെയിം യൂസ് ചെയ്യാം, ക്യാരക്ടർ അറേയുടെ പേര് യൂസ് ചെയ്യാം. നമ്മളവിടെ ബ്രാക്കറ്റിനകത്ത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ കറസ്പോണ്ടിങ് ആ ക്യാരക്ടർ അറേ നെയിം യൂസ് ചെയ്യാം. ഇപ്പോൾ നോക്കൂ, മൈ നെയിം ഇസ് എൻ ക്യാരക്ടർ അറേ. ഇത് അറേ ആണ്, ഇത് സാധാ വേരിയബിൾ അല്ല. ബട്ട് വി ക്യാൻ യൂസ് ഇൻപുട്ട് ചെയ്യുന്നത് നേരിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ പേര് മാത്രം കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി ദ കംപ്ലീറ്റ് ഡാറ്റ ഈസ് ഇൻപുട്ടഡ് ഇൻ ടു ദാറ്റ് അറേ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളിലൂടെ പോവാം. സോ ഹിയർ ഇസ് എ പ്രോഗ്രാം ടു ഇൻപുട്ട് എ സ്ട്രിങ് ആൻഡ് ഡിസ്പ്ലേ. സോ പ്രോഗ്രാമിൻ്റെ അകത്ത് മെയിനിൻ്റെ അകത്ത് നമ്മൾ എഴുതി ഒരു അറേ ഡിക്ലെയർ ചെയ്തു. മൈ നെയിം എന്ന് പറഞ്ഞ ഒരു അറേ ഡിക്ലെയർ ചെയ്തു. അറേയുടെ ഡാറ്റ ടൈപ്പ് ക്യാരക്ടറാണ്. സോ ഇറ്റ് ഇസ് എ ക്യാരക്ടർ അറേ. മാക്സിമം സൈസസ് 10. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എൻ്റർ യുവർ നെയിം. സോ മോണിറ്ററിൽ എൻ്റർ യുവർ നെയിം ഡിസ്പ്ലേ ചെയ്യുന്നു. നമ്മൾ കീബോർഡ് വഴി ഞാനൊരു ഡാറ്റ ഇൻപുട്ട് ചെയ്തു. ആ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ ഇവിടെ ശ്രദ്ധിക്കണം. ഹിയർ മൈ നെയിം ഈസ് എ ക്യാരക്ടർ അറേ. സാധാരണ ഒരു അറേയുടെ അകത്തേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യുമ്പോൾ വി നീഡ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ലൂപ്പിലൂടെയാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. സൈസ് സ്പെസിഫൈ ചെയ്തിട്ടാണ് ഓരോ കറസ്പോണ്ടിങ് ലൊക്കേഷനിലേക്ക് ഇൻപുട്ട് ചെയ്യാറ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്ട്രിങ് ദർ ഇസ് നോ നീഡ് ഓഫ് എനി ലൂപ്പ്. ഡയറക്ട്ലി വി ക്യാൻ സ്പെസിഫൈ ദ നെയിം ഓഫ് ദ അറേ.
കേട്ടോ. അപ്പോൾ മൈ നെയിം ഇവിടെ നേരിട്ട് കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണോ ഞാൻ കീബോർഡിലൂടെ ഇൻപുട്ട് ചെയ്തത്, ഫോർ എക്സാമ്പിൾ ഞാൻ അമ്മു എന്നാണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ നേരിട്ടിട്ട് ആ അമ്മു എന്ന് പറഞ്ഞ സ്ട്രിങ് ആരിലേക്ക് സ്റ്റോർ ചെയ്തു? ഈ അറയിലേക്ക് സ്റ്റോർ ചെയ്തു. സി ഔട്ട് ഹലോ, ഇപ്പോൾ ഇവിടെ എന്താ ഡിസ്പ്ലേ ചെയ്യുന്നത്? മോണിറ്ററിൽ ഹലോ ഡിസ്പ്ലേ ചെയ്യും. ഫോളോഡ് ബൈ ഞാനിവിടെ എന്താണ് കൊടുത്തത്? മൈ നെയിമിൽ ഞാൻ അമ്മു എന്നാണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ടായിട്ട് വരിക? ഹലോ അമ്മു എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ദ മെയിൻ ഡിഫറൻസ് ഓഫ് ദ സ്ട്രിങ് അറേ compared to other integer and floating point arrays. So there is no need of any looping statements to input or display the string. Memory allocation for strings. നമ്മൾ അറേ പഠിച്ച സമയത്ത് നമ്മൾ മെമ്മറി അലോക്കേഷൻ പഠിച്ചതാണ്. മെമ്മറി അലോക്കേഷൻ മീൻസ് ഒരു അറേ സ്റ്റോർ ചെയ്യാൻ മെമ്മറിയിൽ എത്ര ബൈറ്റ്സ് ഓഫ് മെമ്മറി ആവശ്യമാണ് എന്നതാണ് മെമ്മറി അലോക്കേഷനോട് മനസ്സിലാക്കുന്നത്. സാധാരണ നമുക്കറിയാം അറേയുടെ സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര ഡാറ്റ അതിൽ സ്റ്റോർ ചെയ്തോ അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ ചെറിയൊരു ഫോർമുല വഴി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് അല്ലേ. പക്ഷേ ഇവിടെ സ്ട്രിങ്ങിൻ്റെ കേസിൽ എത്രയാണോ, കാരണം സ്ട്രിങ് നീഡ്സ് ഓൺലി 1 ബൈറ്റ് ഓഫ് മെമ്മറി. നേരെ മറിച്ച് ഇൻറ്റീജറിന് 4 ബൈറ്റ് ഓഫ് മെമ്മറി വേണം, ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസിന് 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി വേണം. പക്ഷേ ഇൻറ്റീജറിൻ്റെ കേസിൽ ക്യാരക്ടറിൻ്റെ കേസിൽ എന്ത് മതി? ഇറ്റ് നീഡ്സ് ഓൺലി 1 ബൈറ്റ് ഓഫ് മെമ്മറി. അപ്പോൾ മൊത്തം സൈസ് പറഞ്ഞാൽ അറയിൽ എത്ര ഡാറ്റ സ്റ്റോർ ചെയ്തോ അതായിരിക്കണം അതിൻ്റെ മെമ്മറി അലോക്കേഷൻ, അത്ര ബൈറ്റ് മതി അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ നോക്കൂ, അറയുടെ കേസിൽ അമ്മു എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇറ്റ് നീഡ്സ് ഓൺലി 4 ബൈറ്റ്, കാരണം ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ 1 ബൈറ്റ് ഓഫ് മെമ്മറി മതി. അപ്പോൾ അമ്മുവിന് എത്ര ലൊക്കേഷൻ വേണം? 4 ബൈറ്റ് മതി, കാരണം അതിൻ്റെ ലെങ്ത് എത്രയാണ്? 4 അല്ലേ. പക്ഷേ ഇത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഒരു സ്ട്രിങ് മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യുന്നത് അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അവസാനം ഒരു നൾ ക്യാരക്ടർ മീൻസ് /0 is stored at the end of the string automatically. നമ്മൾ കൊടുക്കുന്നതല്ല, ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യുമ്പോൾ ആ അറേയുടെ അവസാനം ഓട്ടോമാറ്റിക്കലി നൾ എന്ന ഒരു സ്ട്രിങ്, നൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ബൈറ്റ് needed for a string is equal to the number of characters plus 1 byte for null character. അപ്പോൾ എപ്പോഴും ഒരു സ്ട്രിങ്ങിൻ്റെ ടോട്ടൽ മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് പ്ലസ് ഒരു എക്സ്ട്രാ 1 ബൈറ്റ് ഫോർ നൾ ക്യാരക്ടർ, ബിക്കോസ് ദിസ് നൾ ക്യാരക്ടർ ഇസ് യൂസ്ഡ് ആസ് എ ടെർമിനേറ്റർ ഇൻ ദ കേസ് ഓഫ് സ്ട്രിങ്. ഇറ്റ് ആഡഡ് അറ്റ് ദ എൻഡ് ഓട്ടോമാറ്റിക്കലി. ഓക്കെ, അപ്പോൾ എക്സാമ്പിളോടെ പോവാം. സോ ഹിയർ നെയിം ഈസ് എ ക്യാരക്ടർ അറേ ഓഫ് സൈസ് 10. സോ ഇതിൻ്റെ അകത്ത് 10 ലൊക്കേഷൻസ് ഉണ്ട് അല്ലേ, കാരണം 10 സൈസ് ഉണ്ട്. നമുക്ക് 0 മുതൽ 9 വരെ. ഇതിനകത്ത് എന്താ സ്റ്റോർ ചെയ്തിട്ടുള്ളത്? കമ്പ്യൂട്ടറിന് സ്റ്റോർ ചെയ്തു. സോ സ്വാഭാവികമായിട്ട് നെയിം ഓഫ് 0 C, നെയിം ഓഫ് 1 O, M, P, U, T, E, R. ഓട്ടോമാറ്റിക്കലി അവസാനത്തെ സ്പേസ് ആയിട്ട് ആരും വന്നിട്ടുണ്ടാവും? നള്ളും വന്നിട്ടുണ്ടാവും. അപ്പോൾ എത്ര ബൈറ്റ്സ് വേണം? സോ കമ്പ്യൂട്ടർ നീഡ്സ് ടോട്ടൽ ലെങ്ത് ഇസ് 8 ബൈറ്റ് പ്ലസ് 1 ബൈറ്റ് 9 ബൈറ്റ് അല്ലേ. 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് 9 ബൈറ്റ്സ്. അപ്പോൾ ടോട്ടൽ ബൈറ്റ്സ് റിക്വയർഡ് ഈക്വൽ ടു 9 ബൈറ്റ്. അപ്പോൾ 9 ബൈറ്റ് വരാൻ കാരണം എപ്പോഴും ശ്രദ്ധിക്കണം, ക്യാരക്ടർ നീഡ്സ് ഓൺലി 1 ബൈറ്റ് ഓഫ് മെമ്മറി ടു സ്റ്റോർ എ സിംഗിൾ ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ടോട്ടൽ ബൈറ്റ്സ് റിക്വയർഡ് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് പ്ലസ് 1 ബൈറ്റ്. ആ 1 ബൈറ്റ് ആർക്കുള്ളതാണ്? നൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാനാണ്. ദിസ് നൾ ക്യാരക്ടർ ഇസ് ഓട്ടോമാറ്റിക്കലി ആഡഡ് അറ്റ് ദ എൻഡ് ഓഫ് എവറി സ്ട്രിങ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ആ നൾ ക്യാരക്ടറിനുള്ള സ്പേസും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ഒരു സ്ട്രിങ്ങിന് ആവശ്യമായിട്ടുള്ള ബൈറ്റ്സിന് വേണ്ട ടോട്ടൽ ബൈറ്റ്സ് റിക്വയർഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അടുത്ത എക്സാമ്പിൾ, അപ്പോൾ ഇവിടെ നമ്മൾ സൈസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് 10 അല്ലേ. അപ്പോൾ 10 സ്പേസ് ഉണ്ടെങ്കിൽ കൂടെ അവസാനത്തെ സ്പേസ് ഇവിടെ റിസർവ്ഡ് ഫ്രീ ആണ്, കാരണം അത് എടുക്കുന്നില്ല. ഇനി ഈ കേസിൽ നോക്കൂ, ഇവിടെ സൈസ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും വെച്ചാൽ എന്താണോ നമ്മൾ ഇൻപുട്ട് ചെയ്ത സ്ട്രിങ് അതായിരിക്കണം ഇവിടെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സൈസായിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് ക്യാറ്റ് എന്നാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അറേയുടെ പേരെന്താണ്? STR ആണ്. ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത് ക്യാരക്ടറാണ്. അപ്പോൾ the size, if you doesn't mention the size, automatically the size of the array is equal to the string length plus the null character. അപ്പോൾ നോക്കൂ, STR0 B സ്റ്റോർ ചെയ്തു, LACK. ഇവിടെ സ്പേസ് ഉണ്ട്. അപ്പോൾ ആ സ്പേസ് കഴിഞ്ഞിട്ടാണ് CAT cat ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഫോർ നൾ. അപ്പോൾ ടോട്ടൽ എത്ര ബൈറ്റ് വരുന്നുണ്ട്? മൊത്തം 10 ബൈറ്റ്സ് വരുന്നുണ്ട്.
അല്ലേ? ബ്ലാക്ക് കാറ്റ് എന്നുള്ള സ്പേസിന് ശരിക്കും എത്രയേ വരുന്നുള്ളൂ? 9 ബൈറ്റേ വരുന്നുള്ളൂ. സ്പേസ് ഇൻക്ലൂഡിങ് ദ വൈറ്റ് സ്പേസ് നമ്മൾ ആഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 9 ബൈറ്റ് പ്ലസ് 1 നള്ളിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ്. സോ ഓട്ടോമാറ്റിക് സോ ടോട്ടൽ ബൈറ്റ്സ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു 10 ബൈറ്റ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ അറേയുടെ സൈസ് എത്രയായിരിക്കും ഉണ്ടാവുക? 10 ആയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മളൊരു ക്യാരക്ടർ അറേയുടെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട സ്റ്റോർ ചെയ്യേണ്ട ക്യാരക്ടേഴ്സിൻ്റെ സൈസ് കൂടാതെ ഒരു എക്സ്ട്രാ ബൈറ്റ് അസൈൻ ചെയ്തിട്ട് മാത്രമേ ക്യാരക്ടർ അറേയുടെ സൈസ് കൊടുക്കാൻ പാടുള്ളൂ. ദാറ്റ് എക്സ്ട്രാ സ്പേസ് ഇസ് ഫോർ നൾ ക്യാരക്ടർ. ഓട്ടോമാറ്റിക്കലി ഇടയാള സ്പേസ് നമ്മൾ എപ്പോഴും കണ്ടെത്തണം. എന്നിട്ട് വേണം ഒരു സ്ട്രിങ്ങിന് വേണ്ടിയിട്ടുള്ള അറേയുടെ സൈസ് സ്പെസിഫൈ ചെയ്യേണ്ടത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഓൺ സ്ട്രിങ്സ്. സോ എവരിബഡി നോ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ആയിട്ടുള്ള കീബോർഡ് വഴി ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സി ഇൻ. അതേപോലെ മോണിറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സി ഔട്ട്. സോ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് മറ്റുള്ള അറയിൽ നിന്ന് പ്രത്യേകിച്ച് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഇവിടെ സ്ട്രിങ് നെയിം നേരിട്ട് കൊടുക്കാം. അതായത് നോ നീഡ് ഓഫ് എനി ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് നേരിട്ട് ഒരു സാധാ വേരിയബിൾ പോലെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഒരു ക്യാരക്ടർ അറേ യൂസ് ചെയ്യാം. say name. So can input only one data. Say white space is treated as ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ സീൻ്റെ കേസിൽ ഒരു വൈറ്റ് സ്പേസിനെ എവിടെ ഒരു വൈറ്റ് സ്പേസ് കാണണോ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ കീബോർഡ് വഴിയാണ് ബ്ലാക്ക് കാറ്റ് കൊടുക്കുന്നത് അസ്യൂം ചെയ്യും. സോ ബ്ലാക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഒരു സ്പേസ് ആണ്. ദിസ് സ്പേസ് ഇസ് കൺസിഡർഡ് ആസ് എ ടെർമിനേറ്റർ. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഒരിക്കലും കീബോർഡ് വഴി നമുക്കൊരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പേസ് വെച്ചിട്ട് ഡാറ്റ സ്ട്രിങ് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ലിമിറ്റേഷൻ ഓഫ് സീൻ ഫോർ ഇൻപുട്ടിങ് ദ സ്ട്രിങ്. ക്ലിയർ? സി എന്നുള്ള അതായത് കീബോർഡ് വഴി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സി എന്നുള്ള ഒബ്ജക്റ്റ് വഴിയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ വൺ ഓഫ് ദ പ്രോബ്ലം ഇസ് ദാറ്റ് എനി വൈറ്റ് സ്പേസ് ഇസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റർ. അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യും. സോ നമുക്ക് ഒരു വലിയൊരു സെൻറ്റൻസ് ഒന്നും ഇൻപുട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അതിലൊക്കെ ഒരുപാട് സ്പേസസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സ്പേസ് കാണുമ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യും. അത് കൺസിഡർ ആസ് എ നൾ. ഓട്ടോമാറ്റിക്കലി ഇത് ടെർമിനേറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ എനിക്ക് ബ്ലാക്ക് ആയിട്ട് ഞാൻ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ കൂടെ അത് എന്ത് മാത്രമേ അതിലേക്ക് സ്റ്റോർ ചെയ്യുള്ളൂ? അറയിലേക്ക് ബ്ലാക്ക് മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. ക്യാറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. കാരണം ബ്ലാക്ക് കഴിഞ്ഞുള്ള സ്പേസ് എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ terminator or as a null character. So that's a drawback of cin in the case of strings for inputting a group of strings or group of words input ചെയ്യുന്ന സമയത്തുള്ള ഒരു വലിയൊരു ഡ്രോബാക്ക് ആണ് സീൻ യൂസ് ചെയ്തിട്ട് ഒരു ക്യാരക്ടർ അറയിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ വൈറ്റ് സ്പേസ് അത് ടെർമിനേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രോബാക്കിന് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം? So അതിന് വേണ്ടിയിട്ട് there are specific functions. Getters is a function. So getters എന്നുള്ള ഫംഗ്ഷൻ്റെ പ്രത്യേകത ഓൾറെഡി ഇറ്റ് ഇസ് എ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഇൻ ദ കേസ് ഓഫ് CPP ലാംഗ്വേജ്. സോ ഇൻ ദ കേസ് ഓഫ് ദിസ് ഈ ഗെറ്റേഴ്സ് എന്നുള്ള ഫംഗ്ഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഹെഡർ ഫയൽ എന്ന് പറഞ്ഞാൽ CSTDIO എന്ന് പറഞ്ഞ ഹെഡർ ഫയലിൻ്റെ അകത്താണ്. സോ ഈ ഗെറ്റേഴ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന പ്രത്യേകത അത് വൈറ്റ് സ്പേസസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. വൈറ്റ് സ്പേസസിനെയും കൂടെ ക്യാരക്ടർ അറയിലേക്ക് സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ ഫംഗ്ഷനുണ്ട്. Okay, so C++ language gives a solution to the above problem by using a function named getters. So the function getters is a input function. Getters ന്റെ ശരിക്കുള്ള എക്സ്പാൻഷൻ ഗെറ്റ് സ്ട്രിംഗ് എന്നാണ്. ഒരു സ്ട്രിംഗ് ഗെറ്റ് ചെയ്യാനുള്ളതാണ്. So it is a input function used to accept a string of characters including white spaces from the standard input device keyboard and store it in a character array. അതായത് കീബോർഡ് വഴി നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇൻക്ലൂഡിങ് വൈറ്റ് സ്പേസസ് കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ക്യാരക്ടർ അറയിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഗെറ്റേഴ്സ്. ഗെറ്റേഴ്സ് ഇസ് എ ഫംഗ്ഷൻ. ഇറ്റ് ഇസ് എ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് ഓൾറെഡി ഇൻസൈഡ് ദ CPP ലാംഗ്വേജിൻ്റെ അകത്തുള്ളൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് ഗെറ്റേഴ്സ്. അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്? ഗെറ്റേഴ്സ് അറേ നെയിം മാത്രം കൊടുത്താൽ മതി. അറയുടെ പേരെന്താണോ അത് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു ഗോട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന സ്ട്രിങ് ഏതിലേക്ക് സ്റ്റോർ ചെയ്യും? ഇൻക്ലൂഡിങ് ദ വൈറ്റ് സ്പേസ്. ഇപ്പോൾ ബ്ലാക്ക് ക്യാറ്റ് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് സ്പേസ് ക്യാറ്റ് ഇൻക്ലൂഡിങ് മൊത്തം സ്ട്രിങ്ങും ആരിലേക്ക് സ്റ്റോർ ചെയ്യും? ആ അറയിലേക്ക് സ്റ്റോർ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ബ്ലാക്ക് ക്യാറ്റ് നെയിമിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത് വെച്ചാൽ നെയിമിൽ അറയിലേക്ക് കംപ്ലീറ്റ് ഞാൻ കൊടുത്ത ഡാറ്റ കംപ്ലീറ്റ് അതിലേക്ക് സ്റ്റോർ ചെയ്യും. സോ ഗെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടേ? സോ ഡിസ്പ്ലേ ചെയ്യാനും അതുപോലൊരു ഫംഗ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് പുട്ടേഴ്സ്. പുട്ടേഴ്സ് ഇസ് എ
function. It is a console output function used to display string data on the standard output device മോണിറ്ററിലേക്ക്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് നേരത്തെ പറഞ്ഞ പോലെയാണ്. പുട്ടസ് ബ്രാക്കറ്റിനകത്ത് എന്ത് കൊടുത്താൽ മതി, ആ കറസ്പോണ്ടിങ് ഡാറ്റ ആ അറേ നെയിം അല്ലെങ്കിൽ നേരിട്ട് നമുക്കൊരു സ്ട്രിങ്ങും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ char str(10) ഒരു ആ ക്യാരക്ടർ അറേ കൊടുത്തു. അതിൻ്റെ അകത്ത് നമ്മൾ ഫ്രണ്ട്സിന് ഇനീഷ്യലൈസ് ചെയ്തു. അപ്പോൾ പുട്ടസ് ഹെലോ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിൻ്റെ അകത്ത് പുട്ടസിൻ്റെ അകത്ത് സ്ട്രിങ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം, ഇങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്താ പ്രിൻറ്റ് ചെയ്യുന്നത്, ഹെലോ എന്ന് പ്രിൻറ്റ് ചെയ്യും. പുട്ടസ് str എന്നുള്ളത് ഒരു അറേ നെയിം ആണെങ്കിൽ അതിൻ്റെ അകത്ത് എന്താണുള്ളത്, ഫ്രണ്ട്സ് ആണുള്ളത് അല്ലേ. str എന്ന് പറഞ്ഞാൽ അറേ നെയിമിൻ്റെ അകത്ത് ഇറ്റ് ഈസ് എ ക്യാരക്ടർ അറേ, അതിൻ്റെ അകത്ത് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ പുട്ടസ് ആ അറേ നെയിം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രിൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും ഇവിടെ വരിക, ഹലോ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഗെറ്റസും പുട്ടസ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെഡർ ഫയലായിട്ട് cstdio കൊണ്ടുവരണം. ബിക്കോസ് ഇറ്റ് ഈസ് എ ഹെഡർ ഫയൽ ദാറ്റ് സ്റ്റോഴ്സ് ദ ഫംഗ്ഷൻസ് ഗെറ്റസ് ആൻഡ് പുട്ടസ്. അപ്പോൾ #include cstdio എന്നുള്ള ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ ഗെറ്റസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനും പുട്ടസ് എന്നുള്ള ഫംഗ്ഷനും വർക്ക് ചെയ്യുള്ളൂ. സോ വി ക്യാൻ എക്സ്പ്ലെയിൻ എ സിമ്പിൾ പ്രോഗ്രാം. So this is a program to input a string and count the vowels in a string. ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വവൽസിൻ്റെ കൗണ്ട്, വവൽ എന്ന് പറഞ്ഞാൽ വവൽസ് നമുക്കറിയാം AEIOU. അപ്പോൾ എത്ര പ്രാവശ്യം ആ സ്ട്രിങ്ങിൽ നമ്മൾ ഇൻപുട്ട് ചെയ്ത സ്ട്രിങ്ങിൽ വവൽസ് ഉണ്ടോ അതിൻ്റെ കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണിത്. പതിവിൽ വിപരീതമായി നമ്മൾ #include stream മാത്രമല്ല ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്, നമ്മൾ cstdio എന്നുള്ള ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഗെറ്റസും പുട്ടസും യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ cstdio എന്നുള്ള ഹെഡർ ഫയൽ പ്രോഗ്രാമിൽ കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ പ്രോഗ്രാം റൺ ചെയ്യുള്ളൂ. ഓക്കെ, പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മൾ char str(20) str എന്ന് പറഞ്ഞൊരു ഒരു അറേ ഡിക്ലെയർ ചെയ്തു. അത് ക്യാരക്ടർ അറേയാണ്. അതിൻ്റെ മാക്സിമം സൈസ് എത്രയാണ്, 20. ഇനി ഇൻറ്റ് VOW വവൽ സ്റ്റോർ ചെയ്യാൻ ഒരു വേരിയബിൾ, VOW എന്ന് പറഞ്ഞ വേരിയബിൾ അത് കൗണ്ടറായിട്ട് യൂസ് ചെയ്യാനാണ്. എത്ര കൗണ്ട് ഉണ്ടെന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. എൻ്റർ എ സ്ട്രിങ്, ഒരു സ്ട്രിങ് എൻ്റർ ചെയ്യാൻ. സോ ഇവിടെ cin അല്ല യൂസ് ചെയ്തത്, ഇവിടെ എന്താ യൂസ് ചെയ്തത്, ഗെറ്റസ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് cin വി യൂസ് ഗെറ്റസ്. ഇപ്പോൾ cൻ്റെ ഒരു ഡ്രോബാക്ക് ഉണ്ട്, cin എന്ത് യൂസ് ചെയ്യില്ല, ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ വൈറ്റ് സ്പേസ് കാണുമ്പോൾ തന്നെ അത് ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ വൈറ്റ് സ്പേസസ് ഇൻപുട്ട് ചെയ്യാനുള്ള കഴിവ് ആർക്കില്ല, cin-നില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ആര് യൂസ് ചെയ്തത്, ഗെറ്റസ് യൂസ് ചെയ്തത്. അപ്പോൾ എത്ര ലെങ്ത് ആയിട്ടുള്ള സെൻറ്റൻസുകൾ നമുക്ക് ഇൻപുട്ട് ചെയ്യാം. ഇപ്പോൾ ഗെറ്റസ് str, അപ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്ത കീബോർഡ് വഴി നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന സ്ട്രിങ് ആരിലേക്ക് സ്റ്റോർ ചെയ്തു, ഈ അറേയിലേക്ക് സ്റ്റോർ ചെയ്തു. str എന്ന് പറഞ്ഞ അറേയിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ നമ്മളതിൽ വവൽസ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ വവൽ AEIOU ആണെങ്കിൽ അപ്പോൾ ഇവിടെ സ്വിച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊരു റിപ്പീറ്റീവായ പ്രോസസ്സാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് വേണം, ലൂപ്പ് വേണം അല്ലേ. അപ്പോൾ for i = 0 നമ്മൾ അറേയുടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം, str(0) സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ എവിടെ വരെ സ്റ്റോപ്പ് ചെയ്യണം, ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനിക്കുന്നത് നൾ ക്യാരക്ടറാണ്. അപ്പോൾ നൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ കണ്ടീഷൻ എന്താണ്, str(i) നോട്ട് ഈക്വൽ ടു നൾ. നോട്ട് ഈക്വൽ ടു നൾ ആണെങ്കിൽ മാത്രമേ ഇത് പ്രോസസ്സ് ചെയ്യണ്ടൂ. നൾ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ആവണം. കാരണം ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ദ സ്ട്രിങ് ആണ്. ഓക്കെ, അതാണ് ഇവിടുത്തെ കണ്ടീഷൻസ്. എപ്പോഴും സ്ട്രിങ്ങിൻ്റെ കേസിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് സ്ട്രിങ്ങിൻ്റെ എൻഡ് ആയോ എന്ന് ചെക്ക് ചെയ്യുന്നത് നൾ ആയോ എന്നാണ്. ബിക്കോസ് നൾ ഇസ് ദ ടെർമിനേറ്റർ ഓർ എൻഡ് ഓഫ് ദ സ്ട്രിങ്. അപ്പോൾ ഇവിടെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് ആദ്യത്തെ, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ബ്ലാക്ക് കാറ്റ് എന്നാണ് കൊടുക്കുന്നത് വിചാരിക്കും. str(20) ഞാൻ ബ്ലാക്ക് കാറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ str(i)യുടെ അകത്ത് i = 0 സ്വിച്ച് str(i) എന്ന് പറയുമ്പോൾ ആരാണ്, str(0)ൻ്റെ അകത്ത് എന്താണുള്ളത്, B ആണെന്ന് വിചാരിക്കും. അപ്പോൾ ബി ഇതിൻ്റെ അകത്ത് മാച്ച് ചെയ്യുന്നെങ്കിൽ മാത്രമേ ആരും ചെയ്യുള്ളൂ, ഈ ഒരു കൗണ്ട് ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് വാല്യൂസിന് ഒരേ ഔട്ട്പുട്ട് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, കേസ് A, കേസ് E, കേസ് I, OU. ഈ കേസിൽ ഏത് വാല്യൂ വരികയാണെങ്കിലും ആര് ഇൻക്രിമെൻ്റ് ചെയ്യും, ഈ ഒരു വേരിയബിൾ ഇൻക്രിമെൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് കാറ്റിൽ B ആണ്. B ഇതിൽ ഒരു വാല്യൂമായിട്ട് മാച്ച് ചെയ്യുന്നില്ല, ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് വീണ്ടും I++ ആയി. സെക്കൻഡ് വേരിയബിൾ എടുത്തു, വീണ്ടും ചെക്ക് ചെയ്യും നള്ളായോ, ഇല്ല. കാരണം എല്ലാണ് അടുത്തത്, ഇതിൽ വരുന്നുണ്ടോ, ഇല്ല. അപ്പോഴും സ്വിച്ചിൻ്റെ അകത്തേക്ക് വേരിയബിൾ ഒരു വാല്യൂ മാച്ച് ചെയ്യുന്നില്ല. എഗെയിൻ അടുത്ത വാല്യൂ 2i, A, BL, A ആണ്. A മാച്ച് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ വവ്വൽ എന്തായി,
ഈ എ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വവൽ ഇൻക്രിമെൻ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കലി. 0 ആയിരുന്നു VOWൻ്റെ വാല്യൂ, അത് 1 ആയി. എഗെയിൻ ഇൻക്രിമെൻറ്റഡ്. ദെൻ സി ആണ് നമുക്ക് വരേണ്ടത്. സി നള്ളിനോട് ഈക്വൽ, നള്ളായിട്ടില്ല, സി ഇതിലില്ല അല്ലേ. എഗെയിൻ കെ ആണ്, പ്ലസ് പ്ലസ് ആയി, നള്ളല്ല, കെ ഇതിൽ വരുന്നില്ല. ഓക്കെ. ദെൻ ബ്ലാക്ക് കഴിഞ്ഞു, സ്പേസ് ആണ്. സ്പേസ് ഓട്ടോമാറ്റിക്കലി സ്പേസ് എന്ന് പറയുമ്പോൾ നള്ളല്ല. എഗെയിൻ നമ്മൾ ലൂപ്പിലേക്ക് സ്വിച്ചിൽ കയറി, അങ്ങനെ ഒരു വൈറ്റ് സ്പേസ് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. എഗെയിൻ നമ്മൾ അടുത്ത ഇൻക്രിമെൻ്റ് ചെയ്തു, സിയിലേക്ക് വന്നു. സി എന്ന് പറയുമ്പോഴും നള്ളായിട്ടില്ല അല്ലേ. അപ്പോൾ സി ഇതിൽ വരുന്നുണ്ടോ? ഇല്ല. എഗെയിൻ നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്തു, സി കഴിഞ്ഞ് വരുന്നത് എ ആണ്. എ എന്നുള്ള വാല്യൂ നള്ളായിട്ടില്ല. എഗെയിൻ നമ്മൾ ചെക്ക് ചെയ്യും, നോക്കുമ്പോൾ എ അവിടെ മാച്ച് ചെയ്ത് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് VOW എന്നുള്ള വാല്യൂ ഒന്നും കൂടി ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ നേരത്തെ 1 ആയിരുന്നു, അത് 2 ആയി. ഇതേ എഗെയിൻ ഐ ഇൻക്രിമെൻറ്റ് ആ അറേയുടെ ലൊക്കേഷനിലേക്ക് പോയി ലാസ്റ്റ് ടിയിലേക്ക് എത്തി അല്ലേ. ടി നള്ളിനോട് ഈക്വലൻ്റ് അല്ല. എഗെയിൻ STR മാച്ച് ചെയ്യും. ടി ഉണ്ടോ? നെവർ. എഗെയിൻ ഇൻക്രിമെൻറ്റഡ്. അതെന്താണ്? ബ്ലാക്ക് കാറ്റിൻ്റെ അവസാനം ഓട്ടോമാറ്റിക്കലി നള്ളാണ്, കാരണം സ്ട്രിങ് അവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നോക്കൂ, STR നോട്ട് ഈക്വൽ ടു നള്ളാണോ? അല്ല, അത് ഈക്വൽ ടു നള്ളാണ്. കണ്ടീഷൻ ഇവിടെ ഫാൾസ് ആയി. എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. അപ്പോൾ നമ്പർ ഓഫ് വവൽസ് ഇൻ ദ സ്ട്രിങ് ഈസ് VOWയുടെ വാല്യൂ എത്രയാണ്? 2 ആണ്. കാരണം VOW 2 പ്രാവശ്യം ആ വാല്യൂ ഈ കൗണ്ട് ഇൻക്രിമെൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ അതിൻ്റെ അകത്ത് എത്ര വവൽസ് ഉണ്ട്? ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രിങ്സ് വെച്ച് നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു വൈറ്റ് സ്പേസസ് ഇൻക്ലൂഡിംഗ് ആയ സ്ട്രിങ് ആണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഗെറ്റേഴ്സ് എന്നുള്ള ഫംഗ്ഷനാണ്. അതേപോലെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനും പുട്ടേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഗെറ്റേഴ്സ് ആൻഡ് പുട്ടേഴ്സ് ഫംഗ്ഷൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഹെഡർ ഫയൽ CSTDIO. അപ്പോൾ CSTDIO എന്നുള്ള ഹെഡർ ഫയൽ ആ പ്രോഗ്രാമിൻ്റെ അകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ.